ലിപ്സ്റ്റിക്കിന്റെ സ്ഥിരമായ ഉപയോഗം കാരണം ലിപ്സ് ഡാർക്കായി പോയവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഇനി വറീഡ് ആവണ്ട കേട്ടോ. ബീട്രൂട്ട് പൗഡർ പല വ്യത്യസ്ത അളവുകളിൽ മിക്സ് ചെയ്തുണ്ടാക്കിയ 3 ലിപ് ബാമുകളാണ് ഇവയ്ക്ക് ഓരോന്നും വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും വളരെയധികം ഓർഗാനിക്കുമാണ്. നിങ്ങളെ ലിപ്സിനെ മോയിസ്ചറൈസ് ചെയ്ത് നിലനിർത്താനും അതുപോലെ തന്നെ നാച്ചുറൽ കളർ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചില ഫംഗ്ഷൻ പാർട്ടീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കുകയാണല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബീട്രൂട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള ലിപ് ബാം നമുക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ലിപ്പിന് നല്ല രീതിയിൽ മോയിസ്ചറൈസ് ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ നാച്ചുറൽ കളർ പോകാത്ത രീതിയിൽ കൊണ്ടുപോകാനും പറ്റും. കാര്യം ഈ ലിപ്സ്റ്റിക്കിലുള്ള പല കെമിക്കൽസും നമ്മുടെ ലിപ്സിനെ എന്താണ് ചെയ്യുന്നത്, ഡ്രൈ ആക്കുകയും നാച്ചുറൽ കളറിനെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ 6 മാസം വരെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഗാനിക് ലിപ് ബാമിലെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഷിയ ബട്ടർ ആണ്. ഇതൊരു 100% പ്യുവർ ഓർഗാനിക് ആയിട്ടുള്ള ഷിയ ബട്ടർ ആണ്. ഇത് ശരിക്കും നിങ്ങളെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയിസ്ചർ ചെയ്ത് വയ്ക്കാനും ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഷിയ ബട്ടർ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഇ റിച്ച് ആണ്. അപ്പൊ ഏകദേശം 1 ടീസ്പൂൺ ഓഫ് ഷിയ ബട്ടർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒന്ന് മെൽറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഓയിൽ ഡിഫ്യൂസറോ അല്ലെങ്കിൽ ഡബിൾ ബോയിലറോ അല്ലെങ്കിൽ മൈക്രോവേവിലോ നിങ്ങൾക്ക് ഇതിനെ മെൽറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ബീസ് വാക്സ് ആണ്. എത്ര ഷിയ ബട്ടർ ആണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അതിന്റെ പകുതിയോളം ബീസ് വാക്സ് നമുക്ക് മതിയായിരിക്കും. ഈ 2 ഇൻഗ്രീഡിയന്റും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. ബീസ് വാക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്, ലിപ്സിലെ സ്കിന്നിന് ഒരു ലോങ് ലാസ്റ്റിംഗ് പ്രൊട്ടക്ഷൻ നൽകും. അതുപോലെ തന്നെ നല്ല രീതിയിൽ മോയിസ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ 2 ഇൻഗ്രീഡിയന്റും കൂടി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും 1-2 തരികളൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ രീതിയിലും നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഓയിൽ പോലെ മെൽറ്റ് ആയി വന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയന്റ് കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ 3ാമത്തെ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ ആണ്. കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് സ്കിന്നിനെ നല്ല രീതിയിൽ മോയിസ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഡ്രൈനെസ് ഒക്കെ മാറ്റാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ 4ാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ബീട്രൂട്ട് പൗഡർ ആണ്. ഏകദേശം 1/2 ടീസ്പൂൺ ഓഫ് ബീട്രൂട്ട് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് പല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബീട്രൂട്ട് പൗഡറിന്റെ അളവ് 1 ടീസ്പൂണിന് പകരം 2 ടീസ്പൂൺ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ 1 ടീസ്പൂണിന്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് കൂടെ ആഡ് ചെയ്യാം. ഇതനുസരിച്ച് നിങ്ങളുടെ കളർ ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. ഇപ്പൊ ഈ 1 ടീസ്പൂൺ ബീട്രൂട്ട് പൗഡറിലൂടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു പിങ്ക് കളർ ആയിട്ടുള്ള ലിപ് ബാം ആണ്. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ്. ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു 3 മുതൽ 4 ഡ്രോപ്സ് മതിയായിരിക്കും. അതിനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഇൻഗ്രീഡിയന്റും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ചെറിയ കണ്ടെയ്നർ എടുക്കുക, അതിലേക്ക് ഒഴിച്ചു വയ്ക്കുക. എന്നിട്ട് അതൊരു സോൾട്ടിഫൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. വൈറ്റമിൻ ഇ ഓയിലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നു. സ്കിന്നിനെ നല്ല രീതിയിൽ സ്മൂത്ത് ആക്കാനും മോയിസ്ചറൈസ് ചെയ്ത് വയ്ക്കാനും വൈറ്റമിൻ ഇ ഓയിൽ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയന്റും അത്രമാത്രം നമ്മുടെ ലിപ്പിനെ കെയർ ചെയ്യുന്നുണ്ട്, നാച്ചുറൽ കളർ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡ്രൈനെസ് ഒക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കുക. കാര്യം ബാക്കി നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ലിപ് ബാം പോലെയല്ല ഈ ലിപ് ബാം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. കാര്യം ഓരോ ഇൻഗ്രീഡിയന്റും നമ്മൾ സെപ്പറേറ്റ് വാങ്ങി അതനുസരിച്ച് ഉണ്ടാക്കിയ ലിപ് ബാം ആണ്. ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഇല്ല, ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഞാനിതിനെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ എന്തോ കട്ടി പിടിക്കും നല്ല രീതിയിൽ. ഒരു ചെറിയ കണ്ടെയ്നർ മതിയായിരിക്കും. കാര്യം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വളരെ
ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഈ ലിപ് ബാം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ഈ ക്വാണ്ടിറ്റി ഡബിൾ ആക്കിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഉണ്ടാക്കിയ ബാക്കി 2 ലിപ് ബാമുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു 2 ടീസ്പൂൺ ഓഫ് ബീട്രൂട്ട് പൗഡർ ചേർത്ത് മെറൂൺ കളർ ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. ലാസ്റ്റ് കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അതായത് ഒരു 1/2 ടീസ്പൂൺ ഓഫ് ടർമറിക്കും 1 ടീസ്പൂൺ ഓഫ് ബീട്രൂട്ട് പൗഡറും കൂടെ ആഡ് ചെയ്തപ്പോൾ വന്ന കളറാണ്. അപ്പോൾ നിങ്ങൾ കളർ ചേഞ്ച് വേണമെങ്കിൽ ബീട്രൂട്ട് പൗഡറിന്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക, അതിൽ ടർമറിക് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഡിഫറെന്റ് കളറിലുള്ള ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഇതിന്റെ വിശദമായ അളവെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് നോക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കുക. ഇത് ശരിക്കും ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ ഇതിന്റെ ഉപയോഗം മനസ്സിലാകും. നിങ്ങൾ ഡ്രൈനെസ് മാറ്റി ഡ്രൈ ലിപ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ മാറി നല്ല രീതിയിൽ സോഫ്റ്റ് ആവുന്നത് കാണാം. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നാച്ചുറൽ കളർ പതുക്കെ മാറുന്നത് കാണാം. അല്ലെങ്കിൽ ലിപ്സ്റ്റിക് നിർബന്ധമായി ഉപയോഗിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇത് ബേസ് ആയിട്ട് ഇട്ട് കൊടുത്ത ശേഷം അതിന്റെ മുകളിൽ നമുക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ലിപ് ബാം മാത്രമല്ല കേട്ടോ, ഇതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ മോയിസ്ചറൈസർ, സൺസ്ക്രീൻ ഇങ്ങനെ തുടങ്ങിയ പല പ്രോഡക്ട്സുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനെ എന്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ ചാനലിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നതും ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആരോഗ്യത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. നമുക്കറിയാം ഓരോ ദിവസവും ഓരോ ഡിഫറെന്റ് പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഓരോ കെമിക്കൽസും പല രീതിയിൽ നമ്മൾ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ ഓർഗാനിക് പ്രോഡക്ട്സുമായിട്ടുള്ള വീഡിയോ അതുവരെ see you.